കേരളത്തിലെ ആ നുണയനെ പൗരോഹിത്യ വിഭാഗങ്ങൾ വരെ തിരിച്ചറിയുന്നു എന്നറിഞ്ഞതിൽ നമ്മൾ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു ലോഹയിട്ട പിതാവിന്റെ പരാമർശം, അതും ബൈബിളിൽ ഊന്നിയ വാക്കുകളിലൂടെ കേരളത്തിലെ ബ്രാൻഡഡ് നുണേശനെ കുറിച്ച് ഒരു സഭാ പിതാവ് പറഞ്ഞ വാചകങ്ങൾ ഈ നാട് ശ്രദ്ധിക്കണം. അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് എത്താൻ വേണ്ടി എന്തിനേയും നുണ കൊണ്ട് നേരിടുക, എന്തും നുണയായി ചിത്രീകരിക്കുക, ആ നുണയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് പരിശ്രമിക്കുന്ന കൂട്ടം നേതാക്കന്മാരെ തിരിച്ചറിയാൻ നിങ്ങളെ ഈ പിതാവിന്റെ പ്രതികരണം സഹായിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ബൈബിൾ പറഞ്ഞ് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്: നിങ്ങൾ സത്യം അറിയുകയും അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നുണകൾ മാത്രം പടച്ചുവിടുകയും പടച്ചുവിട്ട നുണയെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും സമൂഹത്തെ മുഴുവൻ അതിൽ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ പരിശ്രമിക്കുകയും എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ നുണ ശരിയായിരുന്നു എന്ന് സംശയിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോൾ സത്യം അറിയാനും സത്യം മനസ്സിലാക്കാനും സത്യത്തെ മുറുകെ പിടിക്കാനും ധൈര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാര്യം സമൂഹം ആ നുണയനെ തിരിച്ചറിഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായവും അണിഞ്ഞ് എന്തിനേയും ഏതിനേയും നുണ കൊണ്ട് മാത്രം നേരിട്ട് ശീലിച്ച് നുണയിലൂടെ എന്തും വരുതിയിലാക്കാമെന്ന് കരുതുന്ന ഒരു വ്യക്തിയെ ജനം കേട്ടും വിലയിരുത്തിയും തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. കാര്യം സഭാപിതാക്കന്മാരെന്നൊക്കെ പറയുന്നത് എല്ലാവരുമല്ല, ചിലർ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നോക്കിക്കാണുന്നവരാണ്. അവർ മതം കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ കലർത്താതെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരും പുലർത്തുന്ന സത്യസന്ധതയും ഒപ്പം തന്നെ ചെയ്യുന്ന പ്രവൃത്തിയോട് കാട്ടുന്ന കൂറും നീതിയും അത് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഇതുപോലുള്ള ചില പ്രതികരണങ്ങൾ രൂപപ്പെടും. അതുകൊണ്ടാണ് പരസ്യമായി മൈക്ക് കെട്ടി കേരളത്തിന്റെ ബ്രാൻഡഡ് നുണേശനെ കുറിച്ച് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിൽ പറയാൻ തയ്യാറായത്. നമ്മുടെ നാട്ടിൽ കള്ളത്തരവും കൊള്ളകളും കാണിക്കുന്നവർക്കൊപ്പവും ചില പൗരോഹിത്യ വിഭാഗക്കാർ അണിനിരക്കാറുണ്ട്.